നീറ്റിൽ പുനഃപരീക്ഷ വേണ്ടെന്ന് സുപ്രീം കോടതി. വീണ്ടും പരീക്ഷ നടത്തുന്നത് മെഡിക്കൽ സീറ്റിനായി കാത്തിരിക്കുന്ന 24 ലക്ഷം വിദ്യാർത്ഥികളെ ഗുരുതരമായി ബാധിക്കുമെന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ച് നിരീക്ഷിച്ചു. ചോദ്യപേപ്പർ ചോർന്നുവെന്നും നീറ്റ് പരീക്ഷാ നടത്തിപ്പിൽ ഗുരുതര വീഴ്ച ഉണ്ടായെന്നും സുപ്രീം കോടതി വിമർശിക്കുകയും ചെയ്തു. സിബി ജോസഫ് വിവരങ്ങൾ നൽകും. അസിത, കഴിഞ്ഞ 3 ദിവസം തുടർച്ചയായ നീണ്ട വാദങ്ങൾക്ക് ശേഷമാണ് നീറ്റിൽ പുനഃപരീക്ഷ വേണ്ട എന്ന ഒരു തീരുമാനത്തിലേക്ക് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ നീറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്രമക്കേട് ഉണ്ടായെങ്കിലും 24 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ എഴുതിയ പരീക്ഷ വീണ്ടും നടത്തുന്നത് പ്രായോഗികമല്ല എന്ന് സുപ്രീം കോടതി നിരീക്ഷിക്കുകയായിരുന്നു. നീറ്റിൽ വ്യാപകമായ ചോർച്ച ഉണ്ടായില്ല എന്നൊരു നിഗമനത്തിലാണ് സുപ്രീം കോടതി എത്തിയത്. എങ്കിൽ പോലും നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരീക്ഷ നടത്തിപ്പിൽ വലിയ വീഴ്ച സംഭവിച്ചു. മാത്രമല്ല, നീറ്റ് ചോദ്യപേപ്പർ ചോർന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. മാത്രമല്ല, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് ഈ 24 ലക്ഷം വിദ്യാർത്ഥികൾ എഴുതിയ പരീക്ഷ ഇത് വീണ്ടും നടത്തുമ്പോൾ സ്വാഭാവികമായി അത് മെഡിക്കൽ പ്രവേശനത്തെ തന്നെ ആകമാനം ബാധിപ്പിക്കും. നിരവധി വിദ്യാർത്ഥികളുടെ മെഡിക്കൽ പ്രവേശന ലഭ്യത ഇല്ലാതാകുന്ന ഒരു സ്ഥിതി ഉണ്ടാകും. ഭാവിയിലും ഇത് വളരെ വലിയ ആപത്ത് ഉണ്ടാക്കുമെന്നും ഒരു പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നും സുപ്രീം കോടതി വിലയിരുത്തുകയും ചെയ്തു. മാത്രമല്ല, പാർശ്വവൽക്കരിക്കപ്പെട്ട നിരവധി വിദ്യാർത്ഥികളുടെ ഭാവിയെ പോലും അപകടത്തിലാകും. 24 ലക്ഷം പേരിൽ 20 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ യോഗ്യത നേടിയിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ ഈ വീണ്ടും പരീക്ഷ വേണ്ട എന്ന നിഗമനത്തിലേക്ക് സുപ്രീം കോടതി എത്തുകയായിരുന്നു. ജാർഖണ്ഡ്, അതോടൊപ്പം തന്നെ ബീഹാർ, ഈ 2 സംസ്ഥാനങ്ങളിൽ മാത്രമാണ് ക്രമക്കേട് നടന്നതെന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിൻ്റെയും NDAയുടെയും വാദം. എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന് ഹർജിക്കാർ വാദിച്ചെങ്കിലും അതിന് കൃത്യമായ തെളിവുകളുടെ അഭാവം അല്ലെങ്കിൽ തെളിവുകളില്ല എന്ന് കൃത്യമായി സുപ്രീം കോടതി വിലയിരുത്തുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ പരീക്ഷയുടെ വിശ്വാസത്തെ തകർന്നു എന്ന് പറയാൻ കഴിയില്ല എന്നും സുപ്രീം കോടതി നിരീക്ഷിക്കുകയും ചെയ്തു. പക്ഷേ 155 വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പരീക്ഷാ ക്രമക്കേടിൻ്റെ ഗുണം ലഭിച്ചു എന്നും സുപ്രീം കോടതി കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും 24 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളെ ബാധിക്കുന്ന ഒരു വിഷയം എന്ന നിലയിൽ മാത്രമാണ് ഈ നീറ്റ് പുനഃപരീക്ഷയുമായി ബന്ധപ്പെട്ട ഹർജികളിൽ പിന്നീട് ഇത്തരത്തിൽ പുനഃപരീക്ഷ വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന മൂന്നംഗ ബെഞ്ച് എത്തിയത്. അസിത.